ഹായ് എസ്എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് സ്ത്രീകൾ ആരോടും പറയാതെ മനസ്സിൽ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് രഹസ്യമായിട്ട് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളതാണ്. ചിലർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ. പക്ഷെ ഇത് അറിയാത്ത കുറച്ച് പേരുണ്ടാവും. അതായത് ഇപ്പോൾ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു നടക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ. അപ്പോൾ എല്ലാം അതേപോലെ പറയുന്ന അങ്ങനെയുള്ള കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ ഇത് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുക ലേഡീസിനാണ്, മീൻസ് സ്ത്രീകൾക്കാണ്. അപ്പോൾ ഇത് കാണുന്ന സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോണത്. അപ്പോൾ അത് മനസ്സിൽ സൂക്ഷിക്കുക തന്നെ ചെയ്യുക, രഹസ്യമായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ പോയിന്റ്സ് എന്നുള്ളത്. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്ലാനിങ്സ് ആരുമായും നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇത് ചിലർക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കും. ഇതിപ്പോൾ ലേഡീസ് എന്ന് മാത്രമല്ല, ആരും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മളുടെ പ്ലാനിങ്സ് മറ്റുള്ളവരോട് പറയുക എന്നുള്ളത്, ഷെയർ ചെയ്യുക എന്നുള്ളത്. കാരണം അത് തടയാനായിട്ട് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നം വരണമെന്ന് ആഗ്രഹിക്കാനായിട്ട് കുറേ ആളുകളുണ്ടായിരിക്കും. സോ അങ്ങനെ പറയാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇത് സ്ത്രീകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്, അതിന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരാളോട് പറയാതിരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മറ്റുള്ളവരോട് പറയാനായിട്ട് ശ്രമിക്കുക. ആദ്യമേ തന്നെ പറയാതിരിക്കുക. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന് തടസ്സം വരാൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ ആളുകളുണ്ടായിരിക്കാം. സോ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്ലാനിങ്സ് ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരോട് ആദ്യമേ തന്നെ ചെന്ന് പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ ആരോടും സംസാരിക്കരുത് എന്നുള്ളതാണ്. ഇത് ഒട്ടുമിക്ക സ്ത്രീകളും ചെയ്യുന്ന കാര്യമായിരിക്കും. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടാവുമ്പോൾ ഒന്നല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ വിളിച്ച് പറയും, അല്ലെങ്കിൽ അവരുടെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ച് പറയുന്നുണ്ടാവും. മീൻസ് വിവാഹം കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്വന്തം വീട്ടിൽ വിളിച്ച് പറയാറുണ്ട്. അതേപോലെ തന്നെ അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോയി പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് ഒട്ടുമിക്ക സ്ത്രീകളെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അത് കല്യാണം കഴിഞ്ഞവർ തന്നെ ആവണമെന്നില്ല. കല്യാണം കഴിയാത്ത മീൻസ് ചെറിയ പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ അവരുടെ വീട്ടിലുണ്ടാവുന്ന ഇപ്പം അമ്മയും അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങളും ഈ പറഞ്ഞതുപോലെ തന്നെ പുറമേ ചെന്ന് പറയാറുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ കൂടെ നിൽക്കുന്ന പോലെ കാണിക്കാനും അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു പാരയായിട്ട് വരാനും ചാൻസ് ഉള്ള കുറേ ആളുകളുണ്ട് എന്നുള്ളതാണ്. അതായത് ആ ഒരു കാര്യത്തെ മിസ്യൂസ് ചെയ്യുന്ന കുറേ പേരുണ്ടായിരിക്കാം. നിങ്ങളുടെ വിഷമത്തെ മിസ്യൂസ് ചെയ്യാനായിട്ട് കുറേ ആളുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ ഒരിക്കലും നിങ്ങൾ പുറത്ത് പറയരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ നിങ്ങൾ പുറത്ത് പറയുമ്പോഴുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർക്കൊരിക്കലും നിങ്ങളോട് സഹതാപം തോന്നുന്നുണ്ടായിരിക്കില്ല. ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല, ചെറിയ രീതിയിൽ സഹതാപം ഉണ്ടായിരിക്കാം. പക്ഷെ അതേപോലെ തന്നെ അവരുടെ മനസ്സിൽ തോന്നുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ വീട്ടിലുള്ളവർ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ചുറ്റുപാട് ഇങ്ങനെയാണ് എന്നുള്ളൊരു ചിന്ത വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതൊരിക്കലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരില്ല, നെഗറ്റീവായിട്ട് മാത്രമേ വരുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞറിയിക്കുകയാണ് ഇവിടെ ചെയ്യണത്. അത് നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് അത് ഫാമിലിക്കുള്ളിൽ തന്നെ നിർത്താനായിട്ട് ശ്രമിക്കുക. പുറമേയുള്ള ആളുകളിലേക്ക് അത് എത്തിക്കാതിരിക്കാനായിട്ട് നോക്കുക. ഇനി നമ്മുടെ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളെ ദുർബലരാക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതും നിങ്ങൾ ആരോടും പറയരുത് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് പേടിയുള്ള കാര്യങ്ങൾ, ചിലർക്കൊക്കെ പാമ്പിനെ പേടിയായിരിക്കാം, പല്ലി പാറ്റ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പേടിയായിരിക്കാം. ചിലർക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും പേടി ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ പറയുന്ന കാര്യങ്ങളും ആരോടും പറയരുത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് ഇത്ര വലിയ പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത്. പറയുന്നതുകൊണ്ട് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. അതായത് ഒരാളോട് നമ്മൾ പറയുന്ന സമയത്ത് അവിടെ നമ്മുടെ കോൺഫിഡൻസിനെയാണ് അത് ബാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല എന്നൊരു രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ വാല്യൂ അവിടെ കുറഞ്ഞു പോവുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് പേടിയുണ്ട്, എൻ്റെ ദുർബലത ഇതാണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ തന്നെ നമ്മുടെ നെഗറ്റീവ്സ് അവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ചിലരുണ്ട് നമ്മുടെ മോശം ക്യാരക്ടർ എന്താണെന്നുള്ളത് ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ അത് പറഞ്ഞറിയിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ കുറേ പേരുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സിനോട് തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ അത് നമ്മൾ സ്നേഹിക്കുന്ന പ്രണയിക്കുന്ന ആളോടൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്നുണ്ടാവുക നമ്മുടെ എല്ലാ കാര്യങ്ങളും ആ പേഴ്സൺ മനസ്സിലാക്കിയിരിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷെ അങ്ങനെ പറയുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പേടിയുള്ള എന്തെങ്കിലും കാര്യം വരുന്ന സമയത്ത്
അവർ നമ്മളുടെ കൂടെ നിൽക്കുന്നുണ്ടായിരിക്കും സ്റ്റാർട്ടിങ്ങിലൊക്കെ, പക്ഷെ പിന്നെ അതൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതേപോലെ തന്നെ നമ്മളുടെ മോശപ്പെട്ട സ്വഭാവം പറയുമ്പോൾ നമ്മൾ പറയുന്ന ആ ഒരു കാര്യം വെച്ചിട്ടായിരിക്കും അവർ നമ്മളെ പിന്നീട് വിലയിരുത്തുന്നുണ്ടാവുക എന്നുള്ളതാണ്. സോ ഒരു കാരണവശാലും നിങ്ങളുടെ ദുർബലതകളോ അല്ലെങ്കിൽ നിങ്ങളുടെ മോശം സ്വഭാവങ്ങളോ പുറമെ പറയാതിരിക്കുക. നമ്മുടെ 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യരുത് എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ക്യാഷ് കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും അത് പ്രശ്നമാണ്. ഇപ്പൊ നിങ്ങൾക്ക് കൂടുതലുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നിങ്ങളുടെ കയ്യിൽ കുറേ ക്യാഷ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങളോട് കടം ചോദിക്കുന്നുള്ളതാണ്. അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് അവർ നിങ്ങളുടെ ശത്രുക്കളായി മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ളതാണ്. അതായത് നമ്മൾ തന്നെ പൈസ കൊടുത്ത് നമുക്ക് ശത്രുക്കൾ ഉണ്ടാക്കുന്ന രീതിയാണത്. അപ്പൊ നമ്മൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മളിൽ പൈസ ഇല്ല എന്നുള്ളതും പുറമെ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ചിലരുണ്ട് എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് പറയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കഷ്ടമാണ്, വീട്ടിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറയാറുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ അങ്ങനെ പറയുന്ന സമയത്ത് കേൾക്കാൻ കുറെ ആളുകൾ ഉണ്ടായിരിക്കും. അതേ സമയം തന്നെ നമുക്ക് സഹായത്തിനായിട്ട് വരുന്ന ആളുകളും അതിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും നമ്മളെ സഹായിക്കാൻ വേണ്ടി വരുന്നവരുടെ മനസ്സിൽ നല്ല ചിന്തയായിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ലതായിരിക്കും എന്നുള്ളത് നമുക്ക് യാതൊരു ഉറപ്പില്ല എന്നുള്ളതാണ്. ഇപ്പൊ അവർ നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു സഹായം ചെയ്യുന്നത് പോലെ ആയിരിക്കും നമുക്ക് ആദ്യം തോന്നുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ടൊരു സഹായം അവരുടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അവർ നമ്മളിൽ നിന്ന് തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അവിടെ നമ്മളൊരു പാലം ഇടുകയാണ് ശരിക്കും ചെയ്യണത്. ഇങ്ങോട്ട് നമുക്കൊരു സഹായം ചെയ്തിട്ടുണ്ട്, സോ അങ്ങോട്ടും സഹായം ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് മാറുകയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവർ ചോദിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സോ നമ്മളായിട്ട് തന്നെ നമ്മളുടെ കുഴി തോണ്ടുന്ന ഒരു രീതിയാണത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇപ്പൊ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയാണ് ഏറ്റവും കൂടുതൽ നമുക്കിവിടെ പറയാനുള്ളത്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അതേപോലെ തന്നെ നിങ്ങളുടെ വിഷമങ്ങൾ ഇതൊന്നും മറ്റുള്ളവരുമായിട്ട് അധികം അങ്ങോട്ട് ഷെയർ ചെയ്യാതിരിക്കുക. നമ്മുടെ 5ാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തിപരമായി തോന്നുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അതൊന്നും നിങ്ങൾ ആരോടും പറയാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്നുണ്ടാവുക നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ വളരെ സത്യസന്ധരാണെന്നുള്ളതാണ്. ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവുക, എല്ലാവരും എന്ന് പറയുന്നില്ല, ചിലരൊക്കെ. അതുകൊണ്ട് തന്നെ ഇവർ വിചാരിക്കും ഇപ്പോൾ ഞാൻ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ളത് പോലെ തന്നെ ആയിരിക്കും ഇവരുടെയൊക്കെ മനസ്സിലുണ്ടാവുക. ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെതായ രീതിയിൽ മാത്രമേ എല്ലാവരും എടുക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നുള്ളതാണ്. ശുദ്ധ മണ്ടത്തരമാണത്. ഇപ്പൊ നമ്മൾ ഒരാളെ കുറിച്ചൊരു കാര്യം പറയുകയാണ്. ഇപ്പോൾ നമ്മൾ സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇടി അവൾ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അവൾ ഇങ്ങനെ പറഞ്ഞു, അവൾ അങ്ങനെ ചെയ്തു ഇത്രയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ശരിക്കും നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് പറയണത്. എനിക്ക് തോന്നുന്നത് അവളുടെ സ്വഭാവം ഇന്നതാണെന്ന് തോന്നുന്നുണ്ട് നമ്മൾ പറയും. അതായത് നമ്മൾ കുറച്ച് ഭയങ്കര ദുഷ്ടിയാ തോന്നണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിലർ പറയുണ്ടാവുക. അപ്പൊ ഇത് ശരിക്കും നമ്മുടെ മനസ്സിലുള്ള നമുക്ക് വ്യക്തിപരമായി ഫീൽ ചെയ്ത കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുണ്ടാവുക. പക്ഷേ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുണ്ടായിരിക്കുമല്ലോ, അവർ നമുക്കിട്ട് പാര വെക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ ഇതേ കാര്യം കുറച്ച് എരിവും പുളിയൊക്കെ കൂട്ടിയിട്ട് അപ്പുറത്ത് ചെന്ന് പറഞ്ഞു എന്നൊക്കെ ഇരിക്കാം. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ക്ലാഷ് ആവാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മളെ കാണുന്ന സമയത്ത് ആ ഒരു പേഴ്സൺ മുഖം തിരിച്ചു പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരാളോട് വേറൊരാളെ കുറിച്ച് ഇങ്ങനെ കുറച്ചൊക്കെ മോശമായിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയാണെന്നിരിക്കുക. അപ്പൊ നമ്മൾ പറയുന്ന കാര്യത്തിലൂടെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളെ വിലയിരുത്തും എന്നുള്ളതാണ്. അതായത് ഇവൾ ഇങ്ങനെയാണ്, ഇവൾ എല്ലാവരെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നൊക്കെ വിചാരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്തും നമ്മൾ അവിടെ ഇല്ലാതാക്കുന്നത് ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ വാല്യൂ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. സോ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മറ്റുള്ളവരെ കുറിച്ച് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ പുറമെ ആരോടും പറയാതിരിക്കുക, പ്രത്യേകിച്ച് മോശമായിട്ടൊന്നും പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണെന്നുള്ളത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകളുണ്ട്, അതിലൊരുപാട് സ്ത്രീകളുണ്ട്. അപ്പൊ നമ്മളോട് ഒരു സ്ത്രീ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ അവരെ വിലയിരുത്താറുള്ളത്. അവർ പറയുന്ന ഓരോ കാര്യങ്ങളിലാണ് നമ്മൾ ആ പേഴ്സണൽ റെസ്പെക്ട് കൊടുക്കാറുള്ളതെന്നാണ്. അപ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ ഒരാളോട് സംസാരിക്കുന്നതിൽ നിന്ന് നമുക്ക് റെസ്പെക്ട് കിട്ടാം, നമുക്കുള്ള റെസ്പെക്ട് പോവാം എന്നുള്ളതാണ്. സോ നേടിയെടുക്കുന്നതിലാണ് കാര്യം, ഉള്ളത് കളയുന്നതിൽ യാതൊരു കാര്യമില്ല. സോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക എങ്ങനെയാണ് ഇനി അങ്ങോട്ട് പെരുമാറേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പുറത്ത് പറയേണ്ടത്, പറയാതിരിക്കേണ്ടത് എന്നുള്ളതൊക്കെ. അതൊക്കെ ഈ ഒരു വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ആകെ 4-5 പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് കരുതി ഇത് മാത്രമാണ് നിങ്ങൾ വിചാരിക്കരുത്, ഇതും അതിൽ ഉൾപ്പെടുന്നതാണെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്